ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മുടെ വാവയുടെ നൂല് കെട്ടും നെയിമിങ് സെറമണിയാണ്. രാവിലെ ഇപ്പോൾ ഒരു 6 മണിയായി കേട്ടോ. പിന്നെ ഉറക്കം അങ്ങനെ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് 6 മണിക്ക് തന്നെ ഉണർന്നിരിപ്പുണ്ട്. രാവിലെ 9:30ക്കാണ് ഫങ്ഷൻ. അപ്പം വാവയെ ആട്ടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവ ഉറങ്ങുമ്പം ഓടിപ്പോയി എനിക്ക് കുളിക്കണം. കുളിച്ച് റെഡിയായി ഒരു പകുതിയൊക്കെ റെഡിയായിട്ട് വേണം അവനെ കുളിപ്പിച്ച് സെറ്റാക്കാൻ. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ നല്ലപോലെ ഒന്ന് ഇപ്പോൾ ഉറക്കിയെങ്കിലേ ആ ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ എനിക്ക്. അങ്ങനെ പിന്നെ വീട്ടിൽ വെച്ചൊരു ചെറിയ ഫങ്ഷനാണ്. നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 45 ഡേയ്സായി വാവയ്ക്ക്. ഇന്നാണ് നമ്മൾ നൂല് കെട്ടുന്നത്. 28, 38 പറ്റിയില്ല. കാര്യം പ്രസവേഷ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ കുറച്ച് ഡിലേ ആയി. പിന്നെ 38 നോക്കിയപ്പോഴത്തേക്ക് അത് കർക്കിടകത്തിൽ പറഞ്ഞുകൊണ്ട് കർക്കിടകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് കാരണം പിന്നെ എന്തായാലും 38 വേണ്ട, ശരി 45 ആകുമ്പോഴത്തേക്ക് കെട്ടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദിവസ കണക്കൊന്നും ഇല്ലാതെ നമ്മൾ നൂല് കെട്ടുകയാണ്. ഒന്ന് നല്ലൊരു ദിവസം നോക്കിയിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം വാവ ഉണർന്നതിന് മുന്നേ. അങ്ങനെ കുളിച്ചിട്ടൊന്ന് ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഓടിപ്പോയി മേക്കപ്പൊക്കെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ ചെയ്തു. നേരെ സെറ്റ് ചെയ്യണം. ഡ്രസ്സ് ലാസ്റ്റ് ഇടാം, അപ്പോൾ കുഴപ്പമില്ല. ഇനി അവനെ കുളിപ്പിച്ച ശേഷം ഡ്രസ്സ് ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഹെയർ മേക്കപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയില്ല. അങ്ങനെ പക്ഷെ നല്ല ഉറക്കമാണ് ഇപ്പോഴും. എപ്പോൾ വേണോ ഉണരാം. കാര്യം പൂച്ചയിറക്കല്ല, പൂച്ച ഇതിനെക്കാട്ടി നന്നായിട്ട് ഉറങ്ങും. എൻ്റെ പൂച്ചകൾ നന്നായിട്ട് ഉറങ്ങും. പക്ഷെ അവൻ 1 മണിക്കൂർ കഴിച്ച് ഉറങ്ങും. അത് ഞാനേ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, തൊട്ടിലിങ്ങനെ കട്ടിലിന് മണ്ടയ്ക്ക് കെട്ടി എന്താണെന്ന് വെച്ചാൽ വേറെ ഇവിടെ ഒരിടത്ത് ക്ലാമ്പില്ല കെട്ടാൻ. ഞാൻ ആക്ച്വലി ഈ തൊട്ടിൽ കെട്ടണമെന്ന് വിചാരിച്ചതല്ല, ട്രിപ്പ് വാങ്ങിച്ച് വെക്കണമെന്ന് വിചാരിച്ചത്. രാത്രിയൊക്കെ തൊട്ടിൽ കിടത്തിയാൽ നല്ലപോലെ ചുമയ്ക്കും. അതുപോലെ എന്തോന്നു വലിച്ച് മണ്ടയിലൊക്കെ കയറ്റുന്ന സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇതായിരുന്നു, തൊട്ടിൽ കിടത്തി രാത്രി അറിയാൻ പറ്റില്ല, ക്രിബ് വാങ്ങിച്ച് വെക്കാം. അതല്ല ക്രിബാകുമ്പോൾ ഒരു 4-5 വയസ്സ് വരെ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ വേണ്ട, ഇതാകുമ്പോൾ ഇങ്ങനെ കിടക്കും എന്നുവെച്ചാൽ ഈ ക്ലാമ്പിലൊക്കെ കിടത്തി. അപ്പോൾ സൈഡിൽ കിടന്ന് എനിക്ക് പയ്യെ ആട്ടി കൊടുക്കുകയും ചെയ്യും ഉണർന്നാൽ. അപ്പോൾ രാത്രി ചെറുതായിട്ട് ഉണർന്നാൽ തന്നെ ഞാൻ ഉണർന്ന് പെട്ടെന്ന് നോക്കും. ഇച്ചിരി എനിക്ക് തട്ടി ഇപ്പോൾ ഉണരും. പണ്ടൊക്കെ ഭയങ്കര ശബ്ദം ഉണ്ടായാലും എനിക്കത് ഞാൻ ചെറുതായിട്ട് കിടക്കും കേട്ടോ, പൂവി എനിക്ക്. അങ്ങനെയാണ് ഈ തൊട്ടിലെ കഥ. അങ്ങനെ വാവയെ ഒരുക്കി റെഡിയാക്കിയിട്ട് അവന് ഒരു കുട്ടി ഷർട്ടും നിക്കറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂല് കെട്ടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മുണ്ട് ഉടുപ്പിച്ചിട്ടാണ് നൂല് കെട്ടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇത് ജസ്റ്റ് ഇട്ട് ഇനി നൂല് കെട്ടുന്ന സമയത്ത് മാറ്റിയിട്ട് മുണ്ട് ഉടുപ്പിക്കും. അങ്ങനെ ആലയുടെ നെയിം റിവീലിംഗ് ബോർഡാണ് കേട്ടോ നമ്മൾ അവസാനം ചൂസ് ചെയ്തത്. കുറേ നോക്കിയിട്ട് ഇത് ഓൺലൈൻ പേജിൽ തന്നെ വാങ്ങിയത് തന്നെ ആയിരുന്നു. അങ്ങനെ ചടങ്ങിൻ്റെ സമയമായപ്പോൾ അമ്മ വിളക്കൊക്കെ കൊളുത്തി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. ഇത് നമ്മുടെ വേദുട്ടിൻ്റെ ഗോൾഡാണ്. അവന് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം, കാണിച്ചു തരണം എന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പോയെങ്കിലും അവൻ പമ്പ് ചെയ്ത് വെച്ച പാല് ബോട്ടിൽ മിൽക്ക് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് പോയ ഞാൻ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് തിരിച്ചു വന്നിട്ട് അതിൽ 2ാമത് തിരികെ വീട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ ഓടിപ്പോയാണ് ഗോൾഡ് പർച്ചേസ് ചെയ്തത്. അതിനിടയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വെച്ചത്. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചടങ്ങ് 9:30 തന്നെ നടത്തി. നമ്മൾ വലിയ പിണക്കമൊന്നും ഇല്ലാണ്ട് അവൻ നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. അധികം വലിയ കരച്ചിലും പിണക്കമൊന്നും ഇല്ലായിരുന്നു. നല്ലതുപോലെ കരയും നൂലുകെട്ടിന് വാവന്മാരെല്ലാം എല്ലാവരും പറയും. പക്ഷെ അവൻ അധികം കരഞ്ഞൊന്നുമില്ല. അങ്ങനെ നല്ല കുട്ടിയായിട്ട് സഹകരിച്ച് നിന്നു കുറേ നേരമൊക്കെ. അവസാനമാണ് ലാസ്റ്റ് ഒരു ശകലം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചൂടും എല്ലാ ബുദ്ധിമുട്ടും കൊണ്ടാണ് കരഞ്ഞത്. അല്ലാതെ അവൻ കുറേ നേരം നല്ലതുപോലെ നിന്നു. അരിയിൽ ചവിട്ടി നിർത്തിയപ്പോഴൊക്കെ നല്ലതായിട്ട് നിന്നായിരുന്നു. പിന്നെ മടിയിൽ വെച്ചപ്പോഴും ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, നല്ല മിടുക്കൻ കുട്ടനായിട്ട് കരയാതെയൊക്കെ ഇരുന്നു. സത്യത്തിലെല്ലാം ഇന്നലെ പോലെ ഒരു ഫീലാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞതും 9 മാസം കണ്ണടച്ച് തുറക്കുന്ന 9 ദിവസം പോലെ പോയി. പക്ഷേ ഒരുപാട് സ്ട്രഗിൾസും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാം വളരെ പെട്ടെന്ന് പോയതാ. വാവയുടെ നൂലുകെട്ട് ദിവസം പെട്ടെന്ന് എത്തി. ഓരോ മൊമെൻറ്റ്സിലൂടെയും കടന്നു പോയിട്ട് പിന്നെ ജസ്റ്റ് ആലോചിക്കുമ്പോൾ എല്ലാം ഇന്നലെ പോലൊരു ഫീലാണ്. അവൻ ഡെലിവറി ആയി കയ്യിൽ വന്നതും അവൻ്റെ ഫസ്റ്റ് കരച്ചിലും അന്ന് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എല്ലാം ആലോചിക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇന്നലെ അവനെ കയ്യിൽ കിട്ടിയ പോലെയാണ് ഇന്നും ആലോചിക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഓരോ ദിവസത്തെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര പെട്ടെന്ന് ആ കുഞ്ഞുങ്ങൾ വളർന്നു പോകുന്നതെന്ന് അത് നോക്കുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. എന്നും നമ്മളവരെ കാണുന്നതുകൊണ്ട് അവരുടെ വളർച്ച നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാനേ പറ്റില്ല. പക്ഷെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫോട്ടോസും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും
എല്ലാവരും വാവയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ ഇട്ട ശേഷം പിന്നെ പേര് വിളിക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ അതിൽ വെറ്റൊക്കെ അതിൽ വെച്ച് അവയുടെ പേര് വിളിച്ചു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അവസാന മൊമെൻറ്റിൽ കണ്ടുപിടിച്ച പേരായിരുന്നു. ആദ്യമേ ഗേൾ ബേബി ആണെന്ന് തോന്നിയത് കാരണം അങ്ങനെ നമ്മൾ ഗേൾ ബേബിയുടെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമുക്ക് ബോയ് ബേബിയുടെ പേര് കിട്ടിയത്. ഇത് കിങ് ഓഫ് നോളജ് എന്നാണ് വേദ്വിക് എന്ന് പറയുമ്പോൾ വരുന്നത്. നമ്മൾ വീട്ടിൽ വേദു എന്ന് വിളിക്കാം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച ശേഷം എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമായിരുന്നു. ബാക്കി വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ അവനും കുറേ നേരം കയ്യിലിരുന്ന് ഉറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ മുകളിൽ പോകുമ്പം ഒരുമിച്ച് ഡ്രസ്സൊക്കെ മാറാമെന്ന് കരുതി. അതുവരെ കുറച്ച് നേരം താഴെ ഇരുന്നു. ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗായ്സ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ മെറ്റീരിയൽ. വേണമെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർ കയറി നോക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്. പൈസയ്ക്കനുസരിച്ച് വർത്താണ്, നല്ല സാധനമാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് മേടിച്ചു മെറ്റീരിയൽ എടുത്തിട്ട്. എന്തായാലും വേണമെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ലിങ്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ നൂലുകെട്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ഗായ്സ്. പേര് കണ്ടോ? വേദ്വിക് ജിയാദുലാണ് പേര്. വെറൈറ്റി നെയിമാണോ അല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നെ വാവ നല്ല ഉറക്കമാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ചു പോയിട്ടുണ്ട്. ഇനിയപ്പം അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം. അപ്പം ബൈ.